ഒരു മിനിറ്റ് ഇത് വിട്ടടാ. മൈക്കിന്റെ ക്ലിപ്പ് എന്റെ പഠിച്ചോ മൊബൈലിൽ ശരി പറ എന്താണ് സീന്? എനിക്ക് എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. മനുഷ്യന്മാര് വിഷമം വരുമ്പോ കരയൂലേ? അങ്ങനെ കരഞ്ഞു, വിഷമം പോയി. ബെഡായി ബംഗ്ലാവില് ആര്യ ഇട്ട ഒരു പോസ്റ്റാണ്, അതിനോട് ഞങ്ങൾ ആവുന്ന പറഞ്ഞ് ഞാൻ പോകുന്നുണ്ട്. അല്ല അത് വേറെ കോൺടെസ്റ്റിൽ പറഞ്ഞാണ്. അങ്ങനെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് വേറൊരു കോൺടെസ്റ്റിൽ പറഞ്ഞാണ്, അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ശരിക്കും ബിഗ് ബോസിൽ സിബിചേട്ടൻ വന്നതിന് ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ ഈ കളി മാറിയ സമയത്ത് പുറത്തേക്ക് പോണത് ഞാൻ പറയട്ടെ, ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. ഓക്കെ, ഞാൻ ഇപ്പോഴേ പറയാം, പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്തായാലും പുറത്ത് പോകണമെന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല. ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത്, നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ? നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടൊരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നുമല്ല. ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്തതല്ല ഷോ. കിട്ടിയതല്ല. അല്ല പുറത്ത് വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. നമുക്ക് ഇനി സംസാരിക്കാം, കുറച്ചുകൂടെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ സംസാരിക്കുന്നതല്ലേ നല്ലത്. കുറച്ചുകൂടെ പുറത്ത് വരാതിരിക്കാൻ അതിനകത്ത് തന്നെ നിൽക്കാൻ ശ്രമിച്ചിരുന്നു. നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ, നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ സ്റ്റെപ്പ് പ്രോസസ് ഒക്കെ ഇല്ലേ? അപ്പൊ ആ പ്രോസസ് ഞാൻ ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറയാം. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഒരുപാട് സമയം പോകും. ബേസിക്കലി ഞാനൊരു എന്റർടൈനർ ആയിരുന്നല്ലോ. എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം. അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ലാൽ സാറ് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേദന ഉണ്ടാക്കി. അതായത് എന്റർടൈനർ അല്ലേ നമ്മുടെ തൊഴിൽ, അപ്പൊ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക്? ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ? എന്റെ എന്റർടൈനിങ് കയ്യിൽ നിന്ന് പോയോ? അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിന് ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള മൊമെന്റിൽ എനിക്ക് തോന്നി, ആ ഒരു നിമിഷം. അപ്പൊ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് ഒരടിയല്ലല്ലോ, മെഷീൻ ഗണ്ണായിരുന്നില്ലേ? അല്ല, ഈ ജാസ്മിൻ ജബ്രി വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്? അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ അവരെ ഗെയിം കളിച്ചിട്ട് അവരവരെ വഴിക്കും. അപ്പൊ അവരുടെ പ്രണയം ഫേക്ക് ആണെന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു. അത് അവിടെ വെച്ചിട്ട് അല്ലേ, ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാ. സിമ്പിൾ. ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിമിൽ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം, അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം, ബാക്കി 18 പേർക്ക് ഒരു ഗെയിം. ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട്. ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ ഇരുന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേൾക്കും, കാണും. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യണ്ടേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ജാസ്മിന് ഫേവർ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല. നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ. ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുവോ? ഏറെ കയറ്റൂലേ? എങ്കിലും ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ ജാസ്മിനെ പറയുന്ന നിങ്ങൾക്ക് തോന്നി. അല്ല, ഈ സിബിൻ ചേട്ടൻ കാണിച്ചു എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ആരും പ്രേക്ഷകർ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് പറയാം. അത് BCCL റൂൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടാ. ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു. എനിക്ക് എന്താ പറയാ, ഊളയെന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറോടാ. എന്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ പ്രശ്നത്തിൽ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗിളിലൂടെയാണ്. അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ വാക്കൗട്ട് വാക്കൗട്ട് എന്ന് എനിക്കറിയില്ല. അതങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് ഡോക്ടർ നിർദ്ദേശം. നിങ്ങൾക്ക് തോന്നുന്ന അപ്പൊ ഇതിന്റെ ക്രെഡിബിലിറ്റി പോകില്ല കേട്ടോ. ഈ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് ഇതിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല ഈ സംഭവം. ഞാൻ പറയട്ടെ, എനിക്കൊരു അഭിപ്രായമില്ല. ശരി തെറ്റുകളില്ല, റേറ്റിംഗേ ഉള്ളൂ. ആരോഗ്യ പ്രശ്നമില്ല എന്ന് പറയും. നമുക്ക് നമ്മുടെ ഫാമിലിനെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഞാൻ അവിടെ പോയി, അവിടെ എന്താ മോനെ പറഞ്ഞോ.
എന്താ ഇപ്പം വാക്കൗട്ട് ചെയ്തു ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്ന അർത്ഥത്തില് ഞാൻ കരയുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയും. അപ്പൊ നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ട, നമുക്കൊരു റീഫ്രഷ് റീസെറ്റ് എന്നുള്ളൊരു ആവശ്യമുണ്ട്. ആ റീഫ്രഷ് റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായിട്ടും കൺഫെഷൻ റൂം ആണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ്. അപ്പോൾ എനിക്കൊരു റീഫ്രഷ് റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഗെയിമർ എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഉണ്ടോ? ചേട്ടാ അതെ, അതായത് ഈ ഗെയിം ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ വാക്കൗട്ട് ചെയ്തതല്ല. അപ്പൊ ഒരു പ്രത്യേക ഒരു കണ്ടസ്റ്റന്റ് അവർ വിന്നർ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എന്ന് തോന്നുന്നു. അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല ബ്രോ. അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ. ഇത് വെള്ളരിക്കപ്പെട്ടോ. സ്ക്രിപ്റ്റഡ് ആണ്. 100% സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല. സ്ക്രിപ്റ്റഡ് അല്ലെന്നാ ഞാൻ പറഞ്ഞു. 100% സ്ക്രിപ്റ്റഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് വരുമോ? അല്ല, ഐ എം വെരി മച്ച് ഓവർവെൽംഡ്. എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചത് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. എന്താ പറയാ, സ്നേഹം മാത്രം എല്ലാവരുടെ അടുത്തും. വിളിക്കട്ടാ. താങ്ക് യു ഗൈസ്, താങ്ക് യു. കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ കോടാനുകോടി നന്ദി. താങ്ക് യു സോ മച്ച്.